ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അച്ചിങ്ങ കായ മെഴുക്കുവരട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അച്ചിങ്ങ കായ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ അച്ചിങ്ങ കായ ഒരുമിച്ചിട്ട് നമ്മൾ മെഴുക്ക് വരട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. ഈ പാനിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചൂടാക്കുന്നത്. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഈ ഒരു പ്രിപ്പറേഷൻ നന്നായിട്ട് വെളുത്തുള്ളി ചേർക്കും. ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 10 അല്ലിയോളം ചുമന്നുള്ളി, പിന്നെ 2 ഉണക്കമുളകാണ്. ഇത് എരിവില്ലാത്ത മുളക് യൂസ് ചെയ്തേക്കുന്നത്. അത് 2 എണ്ണം ചതയ്ക്കാനായിട്ട്. അതേപോലെ പച്ചമുളക് 2 എണ്ണം കൂടെ ചതയ്ക്കാൻ. ഇത് എരിവുള്ള മുളകാണ്. 2 എണ്ണം കൂടെ ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് എടുത്തു. അപ്പം നമ്മളിന്ന് എടുത്തേക്കുന്നത് 250 ഗ്രാം അച്ചിങ്ങയും അതേപോലെ 250 ഗ്രാം തന്നെ കായ എടുത്തേക്കുന്നത്. 3 കായ. ഇത് ഏത്തക്ക, പച്ച ഏത്തക്ക എടുത്തേക്കുന്നത്. അതൊരു 3 എണ്ണം ഇതേപോലെ നീളത്തിലരിഞ്ഞിട്ട്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസിലുള്ള 2 സവോളയാണ്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ചതച്ച മിക്സിനകത്തേക്ക് ചേർക്കാം. ഇതിനൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറണം. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഒരു 1/8 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ, 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഇനി ഇതിലേക്ക് നമുക്ക് അച്ചിങ്ങ ഇടാം. 250 ഗ്രാം അച്ചിങ്ങ ക്ലീൻ ചെയ്തെടുത്തേക്കുന്നതാണ്. അച്ചിങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അടച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. നമുക്കിതിനകത്തേക്ക് വാഴയ്ക്ക ചേർക്കാറായി. ഇതിനകത്തേക്ക് 250 ഗ്രാംസ് തന്നെ വാഴയ്ക്ക. ഒരു 3 കായ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞേക്കുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് അടച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവായി നന്നായിട്ട് അളന്ന് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഇതാണ്. ഉപ്പ് ഞാൻ ഇടയ്ക്ക് ഒരു പൊടിക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലും കൂടുതൽ മൊരിയണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ടാൽ മതി. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന അച്ചിങ്ങയും കായും മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നമുക്കൊരു 6 പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എരിവ് ഇച്ചിരി മുമ്പിലുണ്ടാവും. ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ മുളകിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാടൻ ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ അച്ചിങ്ങയും കായും കൂടെ മെഴുക്ക് വരട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് അതിൻ്റെ പരുവം ഒത്തിരി നന്നായിട്ട് മൂപ്പിച്ച് വേണമെങ്കിൽ കൂടുതൽ നേരം ഇട്ടെടുക്കാം.
ഒട്ടും ആവാണ്ട് വേണമെങ്കിൽ, ഒത്തിരി ക്രിസ്പ് ആവാണ്ട് ആ ഫ്രഷ്നെസ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇച്ചിരി നേരത്തെ എടുക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.